നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കുവാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയെങ്കിയതല്ല, തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. ദൈവത്തിൻ്റെ പൊന്നുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു നോമ്പ് കാലം നമ്മൾക്കേവർക്കും വചനത്തിൽ കൂടുതൽ മനസ്സിലാക്കുവാനും പ്രാർത്ഥനയിൽ ആയിരിക്കാനും ഒക്കെ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിച്ചു. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ പരിചിതമാണ്. ഗിരിപ്രഭാഷണം അല്ലെങ്കിൽ ഭാഗ്യാവസ്ഥകൾ, ദ ബീറ്റിറ്റ്യൂഡ്സ്. ഞാൻ ഓർക്കുകയായിരുന്നു, മുന്നേ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പല രീതിയിൽ വചനങ്ങൾ മനഃപ്പാഠമാക്കി ഒരു വാക്യ മത്സരത്തിനായിട്ട് ഒരുങ്ങുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ 5-ാം അധ്യായം അത് വരി തെറ്റാതെ മനസ്സിലാക്കാനായിട്ട് 3-ാം വാക്യം മുതൽ ആദു സൗ നീ ഗ ഹൃ സനി എന്നൊക്കെ പഠിച്ചത് ഞാൻ ഓർക്കുമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു ഭാഗം ചിന്തിക്കുവാനും ദൈവം എന്നോട് എന്ത് സംസാരിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചതായിരുന്നു. നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കായി ആദ്യ 3 ഭാഗ്യാവസ്ഥകളെങ്കിലും നമുക്ക് മനസ്സിലാക്കാനായി ശ്രമിക്കാം. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആ ഉപദേശമാണ് ഈ ഭാഗം. ഒന്നാമത്തേത്, അതിനു മുന്നേ മത്തായിയുടെ സുവിശേഷം ഉടനീളം കാണുമ്പോൾ കർത്താവിനെ രാജാവായി ചിത്രീകരിച്ചിരിക്കുന്നതും പിതാവ് മഹത്വപ്പെടേണ്ടതിന് പുത്രൻ ഈ ലോകത്തിൽ വന്ന് തൻ്റെ സ്വർഗരാജ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും സ്വർഗരാജ്യത്തിൻ്റെ മഹിമയ്ക്കായി നാം എന്ത് ചെയ്യണമെന്നും എല്ലാം വളരെ ഭംഗിയായി വളരെയധികം സദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 3-ാം വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. സാധാരണ സ്വർഗരാജ്യം അല്ലെങ്കിൽ ഭാഗ്യാവസ്ഥ എന്നെല്ലാം പറയുമ്പോൾ ദാരിദ്ര്യമല്ല അതിൻ്റെ കൂടെ വരേണ്ടത്. ഒരു സമൃദ്ധിയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. എന്നാൽ ഇവിടെ ആത്മാവിൽ ഒരു ദാരിദ്ര്യമുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഭാഗം ചിന്തിക്കുമ്പോൾ എൻ്റെ മുന്നിൽ കടന്നു വരുന്നത് നമ്മൾ മുടിയനായ പുത്രൻ എന്ന് വിളിക്കുന്ന ലൂക്കോസ് 15-ാം അധ്യായത്തിൽ 3-ാമത് പ്രതിപാദിച്ചിരിക്കുന്ന ഇളയപുത്രൻ വീടെല്ലാം വിട്ടുപോയി. അവൻ്റെ ജീവിതം ദുസ്സഹമായി. അപ്പോൾ അവൻ അപ്പൻ്റെ ഭവനത്തെ ചിന്തിച്ചു. ഞാൻ ഓർക്കുകയായിരുന്നു, അവന് ഭൗതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ഭക്ഷണം കൊണ്ടും താമസം കൊണ്ടും അപ്പൻ്റെ ഭവനത്തിനേക്കാളും വളരെ നികൃഷ്ടമായ രീതിയിൽ ജീവിക്കേണ്ടി വരുന്നു. എന്നാൽ അപ്പൻ്റെ ഭവനത്തിൽ വേലക്കാർ വരെ സമൃദ്ധിയായി ജീവിക്കുന്നു എന്നെല്ലാം ഉള്ള ഒരു ചിന്തയാണ് വന്നത്. അങ്ങനെയെങ്കിൽ അവൻ തിരിച്ചു ചെന്ന് പറയേണ്ടത്, അപ്പ എന്നെ ഒരു വേലക്കാരനെ പോലെയെങ്കിലും ആക്കി എനിക്ക് ആവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഒന്ന് തരണേന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നാൽ അവന്
അവൻ്റെ ദാരിദ്ര്യം, യഥാർത്ഥ ദാരിദ്ര്യം എന്തെന്ന് മനസ്സിലാക്കിയെന്നാണ് എനിക്ക് മനസ്സിലായത്. അതായത്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. എന്നാൽ അത് പറയേണ്ടി വന്നില്ല. അപ്പൻ അവനെ സ്വീകരിച്ചു. പക്ഷെ ഈ ഒരു ദാരിദ്ര്യാവസ്ഥയാണ് ആ മകന് തിരിച്ചു വരുവാനും അപ്പൻ്റെ ഭവനം സ്വന്തമാക്കുവാനും സാധിച്ചിട്ടുള്ളത്. അങ്ങനെ ബൈബിളിലുടനീളം നമുക്കറിയാവുന്ന പല പ്രവാചകരും ശിഷ്യന്മാരും എല്ലാം തങ്ങളുടെ കുറവുകളെ പറയുന്നത് നാം കണ്ടിട്ടുണ്ട്. യെശയ്യാവ് പറഞ്ഞതുപോലെ, ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ, ഞാനോ കുറയണം എന്ന് പൗലോസ് പറഞ്ഞു. അപ്പോൾ അവരവരുടെ ദരിദ്രാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പൻ്റെ ഭവനത്തിലോട്ട് എത്തുന്ന ആ ഒരു രംഗമാണ് എന്നെ സ്പർശിച്ചത്. ഇന്നത്തെ സമൃദ്ധിയുടെ നടുവിലും പരിഷ്കാരത്തിൻ്റെയും സൗകര്യങ്ങളുടെയും ഇടയിൽ സ്വർഗരാജ്യത്തിന് എന്ത് സ്ഥാനം? എന്നാൽ നമ്മുടെ ഹൃദയത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ആത്മീക അവസ്ഥയുടെ വരൾച്ചയെ, ആ ഡ്രൈനസ് വേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നവർക്കാണ് യഥാർത്ഥ സ്വർഗരാജ്യം. നാം ഒരു സ്വർഗതുല്യേന ജീവിക്കുന്നതിനായി എല്ലാ സുഖ സൗകര്യങ്ങളും ആർത്തിയോടെ എത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് സ്വർഗം തന്നെയാണെന്ന് നമുക്ക് തിരിച്ചറിവ് വേണം. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ എൻ്റെ ദരിദ്രാവസ്ഥ എന്തെന്ന് ചിലപ്പോൾ കർത്താവിനോട് എടുത്തിട്ടുള്ള പല ഉടമ്പടികളും കാലക്രമേണ സൗകര്യപൂർവം ഒഴിവാക്കിയതുണ്ടാകും. വ്യക്തിപരമായി നമ്മളെടുത്ത പല തീരുമാനങ്ങളും മാറ്റി, ദൈവത്തോട് നമ്മളെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ പലപ്പോഴും ഈ ലോകത്തിലുള്ള ബന്ധങ്ങളിലുള്ള കമ്മിറ്റ്മെൻറ്റ്സിന് പൂർത്തീകരിക്കുവാൻ വേണ്ടി അത് നമ്മൾ ഒരു പ്രയോറിറ്റൈസ് ചെയ്യാതെ പോയിട്ടുണ്ടാകും. എന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതെന്തും പരിശുദ്ധാത്മ കൃപയാൽ അപ്പാ, ഞാനെടുത്ത തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ചെയ്തുകൊള്ളാമെന്ന് നേർന്നതെല്ലാം ഏതോ വഴിയിൽ വീണുപോയി. എന്നാൽ ഇന്ന് ഞാൻ തിരിച്ചു വരുന്നു, അവയെ ഒന്ന് പുതുക്കി, എനിക്ക് സാധിക്കുന്നില്ല, എന്നാൽ നിന്റെ സഹായം എനിക്ക് വേണം എന്ന് പറയുമ്പോൾ നമ്മളത് പറയുന്നതിനേക്കാൾ മുമ്പേ അത് മനസ്സിലാക്കിയ ദൈവം നമുക്കതിനു വേണ്ടി പരിശുദ്ധാത്മാവിനാൽ ഒരുക്കി തരുന്നു. അടുത്തതായിട്ട് അടുത്ത വാക്യം, 4-ാം വാക്യം, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഇതും ഒരു തലതിരിഞ്ഞ കാര്യമാണല്ലോ. ദുഃഖിക്കുന്നവർക്ക് ഭാഗ്യവാന്മാർ എന്ന് ഈ ലോകം പറയുമ്പോൾ നമുക്കും അതൊരു സംശയം തന്നെയാണ്. ദുഃഖിച്ചിട്ട് ആശ്വാസം ലഭിക്കുന്നതിനേക്കാൾ സമാധാനമായി അങ്ങ് ജീവിക്കുകയാണല്ലോ നല്ലത്. അല്ല, വചനത്തിൽ കർത്താവ് നമ്മളോട് പറയുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കയറി വന്ന ഒരു ചിന്ത ഇങ്ങനെയായിരുന്നു. നമ്മൾ പല കാര്യങ്ങളാലും ദുഃഖിതരാണ്. കുറച്ച് കാര്യങ്ങൾ പുറമേ ഉള്ളവർക്കറിയാം, കുറച്ച് കാര്യങ്ങൾ പലർക്കും അറിയില്ല. ചില ദുഃഖത്തിന് കാരണം അവനവന് തന്നെ വലിയ ബോധ്യമില്ലാത്തതും ഉണ്ടാവും. ദൈവത്തോട് നമ്മൾ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്, ദൈവം നമുക്ക് ആശ്വാസം തരും. എങ്കിലും എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചെറിയ ചിന്ത ഇങ്ങനെയായിരുന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ സമസൃഷ്ടങ്ങളെ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാരെ കണ്ട്, നമ്മുടെ സ്നേഹിതന്മാരെ കണ്ട് അവർക്കൊരു കുറവോ ബുദ്ധിമുട്ടോ വരുമ്പോൾ
അത് എൻ്റെയും കൂടെ ഒരു ദുഃഖമാണെന്നുള്ള രീതിയിൽ ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കുമല്ലോ സ്വർഗരാജ്യത്തിൻ്റെ തത്വം. അതുകൊണ്ട് ഈ ഒരു ധൃതി പിടിച്ച ലോകത്തിൻ്റെ ഇടയിൽ നാം നമ്മുടേതായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ മാത്രം ദുഃഖിക്കുന്നവരാണോ, അതോ അന്യൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സാധിക്കുന്നുണ്ടോ? എന്നെ ഏറെ ചിന്തിപ്പിച്ചതാണ്. പലപ്പോഴും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൽ വന്നത്. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം കർത്താവിനോട് വളരെ വിഷമത്തോടെ യാചിക്കുന്ന ഒരു ആദ്യ 4 കാര്യങ്ങൾ എടുത്താൽ തന്നെ അത് നമ്മുടെ മാത്രമാണോ? എന്നാൽ മറ്റുള്ളവൻ്റെ ദുഃഖത്തെ അല്പം കൂടെ മനസ്സിലാക്കുവാനുള്ള ഒരു സെൻസിറ്റിവിറ്റി കർത്താവിൽ നമുക്ക് പ്രാപിക്കുവാൻ നാം കർത്താവിനോട് യാചിക്കേണ്ടതുണ്ട്. ദൈവം എത്ര വലിയ നന്മ നമുക്ക് ചെയ്തു തരും. കൂടാതെ തന്നെ നമുക്ക് ദുഃഖം വരുന്നതിന് മറ്റു കാര്യങ്ങളുമുണ്ട്. നാം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ നടക്കാതെ ഇരിക്കുമ്പോൾ, നമ്മൾ പ്ലാൻ ചെയ്ത പദ്ധതിക്ക് അനുസരിച്ച് ജീവിതം പോകാതെ ഇരിക്കുമ്പോൾ നമുക്ക് ദുഃഖം വരും. പക്ഷെ ദുഃഖിക്കേണ്ട. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതുകൊണ്ട് ഇന്ന് ഏത് വിഷയത്താലാണോ നാം ദുഃഖിതരായിരിക്കുന്നത്, അത് ഈ ലോകത്തിൻ്റെതായ രീതിയിൽ അതിനെ തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരു ശാശ്വതമായ പരിഹാരം ലഭിക്കാതെ വരും. ഞാൻ ഓർക്കുകയായിരുന്നു, പലപ്പോഴും ഈ ലോകം നമ്മെ പഠിപ്പിക്കുന്നത്, നാം ദുഃഖിതരായിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മറ്റ് ഉല്ലാസങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊടുക്കുകയാണെങ്കിൽ ഈ ദുഃഖം നമ്മെ അധികം അലട്ടുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതെല്ലാം ഈ ലോകത്തിൻ്റെ തത്വശാസ്ത്രമാണ്. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, നാം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദുഃഖിക്കുന്നവർക്ക് ദൈവം അതൊരു ഭാഗ്യാവസ്ഥയായി കണ്ട് അതിന് ആശ്വാസം തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റ് രീതിയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ നമ്മുടെ ദുഃഖം എന്തായിരുന്നാലും ദൈവസന്നിധിയിൽ കൊണ്ടുവരുമ്പോൾ അവിടെ നമുക്ക് ആശ്വാസമുണ്ട്. ഇനിയും പല ഭാഗ്യാവസ്ഥകൾ ഈ ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. അതെല്ലാം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവം നമ്മളോട് എന്ത് സംസാരിക്കുന്നുവെന്ന് ധ്യാനിക്കുന്നത് ഏറെ മഹത്വകരമാണ്. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ വെളിച്ചമായി, ഈ ലോകത്തിൻ്റെ ഒരു ഉപ്പായിക്കൊണ്ട് പ്രകാശമായിക്കൊണ്ടെല്ലാം ജീവിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് തന്ന എളിയ ജീവിതം വളരെ അർത്ഥപൂർണമായി ജീവിച്ച് സന്തോഷത്തോടെ അവസാനിക്കുവാനും, നമ്മളില്ലാത്ത ഈ ലോകത്തിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നാരോ പറയുന്നതും കൂടി ആയി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ. കൂടാതെ നല്ലൊരു ഈസ്റ്റർ ആശംസിച്ചും കൊണ്ട് ചുരുക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തയേശുവിൽ കാക്കട്ടെ.